ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെജിറ്റബിൾ പിക്കിളാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പോൾ നമുക്കിതിനൊരു മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 200 ml മെഷർമെൻറ്റ് കപ്പിലുള്ള മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ വിനാഗിരി ചേർക്കേണ്ടത്. അപ്പോൾ വിനാഗിരിയും വെള്ളവും തുല്യ അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 കപ്പോളം തന്നെയുള്ള വിനാഗിരിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനൊന്ന് അനുവദിക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിക്കിൾ എന്ന് പറയുന്നത് അല്പം ഒരു മധുരവും അതുപോലെ അല്പം പുളിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ പിക്കിളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിന് വേണ്ടി ഓയിലോ അല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി, പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പാണ്. വളരെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഈ വെള്ളത്തിൽ അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അല്പം മുഴുവൻ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബേ ലീഫാണ്. ഇതിന് കറുവപ്പട്ടയുടെ ഇല എന്നും വഴണിയില എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. ഒരു 3 ക്ലോവ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു, ഈ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള കടുകാണ്. ആ കടുകും കൂടെ ചേർത്താലാണ് നമ്മുടെ ഈ ഒരു അച്ചാറിനൊരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അതായത് കടുകൊന്നും ചേർക്കാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ കടുകൊക്കെ ചേർത്തു, എല്ലാ കാര്യങ്ങളും ചേർത്തു, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മിക്സഡ് വെജിറ്റബിൾ ആണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. അപ്പോൾ അല്പം പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 1/4 കപ്പോളം ഉള്ള ക്യാരറ്റ് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ അടുത്തത് ചേർക്കുന്നത് കോളിഫ്ലവർ ആണ്. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇത്തരം പച്ചക്കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം പച്ചമുളക് ഞാൻ 2 കളറിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണമെന്ന് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, അതായത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി തിളപ്പിക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ചൂടൊന്ന് മാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറട്ടെ. അപ്പോൾ ഈ ചൂട് വെള്ളത്തിലിരുന്നിട്ടാണ് ഇതൊന്നും കൂടെ ഈ ഒരു പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. അപ്പം ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലോട്ട് മാറ്റണം. ഞാനിന്ന് ഇവിടെ ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് എടുക്കുന്നത്. ചില്ലിൻ്റെ കുപ്പിയിലാണ് എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കേണ്ടത് കേട്ടോ. കാരണം എന്നാലാണ് അത് കൂടുതൽ നാൾ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞൊരു ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പി എടുക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, കുപ്പിയുടെ അകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് നന്നായി
നന്നായിട്ടൊക്കെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയുക. അതിനുശേഷം നമുക്കിതാ നമ്മൾ ചൂടൊക്കെ ആറിയിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെറുതായിട്ട് അതിൻ്റെ പുളി, ഉപ്പ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും അതുപോലെ ആ പുളിയും അല്പം മധുരമൊക്കെ ചേർന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു വിനാഗിരി വെള്ളത്തിൻ്റെ ആ മിക്സും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കരുത്. നമുക്കിതൊരു 24 മണിക്കൂറെങ്കിലും ഇത് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് കുതിർ നമ്മൾ പറയില്ലേ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ ആ ഒരു പുളിയൊക്കെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ ആ 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും. ഇത് നമുക്കൊരു 2 മാസം വരെ ഒരു കുഴപ്പം കൂടാതെ ചീത്തയാവാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ ഒപ്പം നമുക്ക് തൊട്ട് കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ അച്ചാറാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് സാധാരണ എരിവുള്ള അച്ചാറൊക്കെ കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്ത് ആ കടുകിൻ്റെ ഫ്ലേവറൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ലൊരു സ്വാദാണ് നമുക്ക് തരിക. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പറായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.